കരയാനൊരു ജന്മം എന്തിനു തന്നു നീ, അറിയാതെ ചൊല്ലി ഞാൻ തിരുമുൻപിൽ. അനർത്ഥങ്ങൾ അനവധി വന്നിടും വേളയിൽ, അറിയാതെ ചൊല്ലി ഞാൻ തിരുമുൻപിൽ. കരയാനൊരു ജന്മം എന്തിനു തന്നു നീ, അറിയാതെ ചൊല്ലി ഞാൻ തിരുമുൻപിൽ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 31 സങ്കീർത്തനത്തിൻ്റെ 10 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു. എൻ്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോന്നു. മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു, എൻ്റെ ജീവനെ എടുത്തു കളവാൻ നിരൂപിച്ചു. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. ആമേൻ. സ്തോത്രം. 10 വാക്യം നമ്മളെ കേൾപ്പിക്കുന്നത്, എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ദാവീദ് രാജാവ് ഇവിടെ പറയുന്നത്. എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു പറയുമ്പോൾ കാലങ്ങളായി അനുഭവിക്കുന്ന വ്യഥ എത്ര വലുതാണെന്ന് ആ വചനഭാഗത്തിൽ നമ്മൾ കേൾപ്പിക്കുന്നുണ്ട്. ഈ ആയുസ് തീർന്നു പോയ അനുഭവം, എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞേ. ചിലപ്പോൾ നമ്മളൊക്കെ പറയല്ലേ, ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങൾ അത് മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത് എന്ന് പറയല്ലേ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ എന്നെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ പ്രതീക്ഷയ്ക്കായിട്ട് നമുക്ക് എന്തിരുന്നു? ഇങ്ങനെയൊക്കെ ചിലപ്പോൾ മനസ്സുകൊണ്ട് പലരുടെയും മനസ്സിൽ കരുതിയിട്ടുണ്ടാവും, ആരുടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയാണ്, സങ്കടമാണ്, വേദന എന്നൊക്കെ. അടുത്ത വചനത്തെ നമ്മളെ കേൾപ്പിക്കുന്നു, എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു എന്ന വചനം. നമ്മുടെ കുറവശങ്ങളെ ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുക. എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചു, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു എന്ന വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. എടുത്തു പറയാൻ എന്താ? ഒന്നുമില്ല. ആമേൻ. സ്തോത്രം. എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നിരിക്കുന്നു. ശത്രുക്കളെല്ലാവരും ഒന്നടങ്കം നിന്ദിക്കുകയാണ്. ഒരാൾക്കൊരു വീഴ്ച വരുമ്പോഴത്തേക്കിന് കണ്ടു നിൽക്കുന്നവർക്കെല്ലാവർക്കും അവർ കെട്ടിച്ചമച്ചെടുക്കുന്ന കഥകളും അവർക്ക് പറയാനും രസിക്കാനും ഉള്ള അനുഭവങ്ങളും, എന്നാൽ വീണ് കിടക്കുന്ന, സങ്കടത്തിലായിരിക്കുന്ന, ഞെരുക്കം അനുഭവിക്കുന്ന ഈ നിന്ന കേൾക്കുന്ന ഒരാളിൻ്റെ മനസ്സിൻ്റെ വേദന നിന്ദിക്കുന്നവർക്ക് ഒരിക്കലും അറിയത്തില്ല. നിന്ന വഹിക്കുന്ന ഒരാൾ ഇതെല്ലാം താങ്ങുകയാണ്. നിന്ദിക്കുന്നവർക്ക് നിന്ന അനുഭവിക്കുന്നവരുടെ മനസ്സിൻ്റെ വേദന എന്താണെന്ന് അവർക്കറിയില്ലല്ലോ ദൈവമക്കളെ. അവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നത് അതാണ്. എൻ്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ. അയൽക്കാരെന്ന് പറയുമ്പോൾ സ്നേഹബന്ധം ദൈവമക്കളെ എത്ര വലുതാണ്. ഒരു കുടുംബം പോലെ കഴിയുന്ന എത്ര പേരുണ്ടായിരുന്നു. ഇന്ന് അയൽക്കാർക്കെല്ലാം അതിനിന്ദിതനായി തീർന്നു. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ടു ഓടിപ്പോകുന്നുവെന്ന്. ഒക്കെ എത്ര സത്യമാണ്. ഉണ്ടായിരുന്ന കാലങ്ങളിൽ പേരും പ്രശസ്തിയും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന കാലങ്ങളിൽ കൂടെ നിന്നവരൊക്കെ തന്നെ ഇതെല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് കണ്ടിട്ട് കാണാത്തവരെ പോലെ മാറി നിൽക്കുന്ന കാഴ്ചയും ഒത്തിരി സങ്കടകരമായ അനുഭവം. അതിലൂടെ പോയിട്ടുള്ളവർക്ക് നമുക്കിത് ഞാനിത് പറയുമ്പോൾ മനസ്സിലാകുമല്ലോ. മരിച്ചു പോയതിനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. എന്നിട്ട് മാറുന്നു പറയും, കണ്ടോ തീരാറായി, എല്ലാം ഇപ്പോൾ തീരും, എല്ലാം തകർന്നു പോകും. നമ്മളൊക്കെ നിന്ന് അനുഭവിക്കുന്ന സാഹചര്യത്തിലും ഒത്തിരി സങ്കടത്തിലിരിക്കുന്നവരുമൊക്കെ പെട്ടെന്ന് ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലരെയൊക്കെ ഓർക്കും. എന്താ? നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, നമ്മൾ കരുതിയവർ, നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിന്നവർ എന്ന് നമുക്ക് തോന്നിയത് സ്നേഹമായിരുന്നുവെങ്കിൽ കഷ്ടതര സമയത്തും വിട്ടുമാറത്തില്ലല്ലോ. എന്നാലും
ചിലപ്പോൾ നമ്മൾ ഓർക്കും, നമ്മളെ സ്നേഹിക്കുന്നവർ, അല്ലെ സഹായിക്കുന്നവർ, കരുതുന്നവർ, ഇവരുടെ ആരുടെയും കരുതൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ദൈവമക്കളെ, അനുഭവം പലർക്കും ഉണ്ടാവും. കരുതേണ്ടവരായിരിക്കും കുറ്റപ്പെടുത്തുന്നത്, താങ്ങായി തണലായി നിൽക്കേണ്ടവരായിരിക്കും ശത്രുക്കളുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ടിട്ട് പോകുന്നത്. ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കുമല്ലോ. ദൈവമക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ ഇത് എവിടെ തുടങ്ങണം, ഇതെവിടെ അവസാനിപ്പിക്കണം അങ്ങനെ ചിന്തിച്ചു പോകും. കാരണം അത്രയ്ക്കും നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമ്മൾ തുറന്ന് പറയാനിടയായാൽ മണിക്കൂറോളം വേണം, അല്ലേ? അത്രമാത്രം സങ്കടങ്ങളും വേദനകളും ഒക്കെ ഇന്ന് പലരും അനുഭവിക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ എനിക്കും ഉണ്ട് ഒത്തിരി അനുഭവങ്ങൾ. നിങ്ങൾക്ക് എന്നെക്കാളധികം അനുഭവങ്ങൾ കാണും. പ്രിയപ്പെട്ടവർ, ഈ വചനഭാഗത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോക്കിക്കേ. സങ്കടങ്ങൾ ഒരല്പസമയം ഒന്ന് മറന്നേ, ആ വേദനകളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ഇറക്കി വെച്ച് എന്നിട്ട് ഈ വചനഭാഗത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു. മാറിയിരുന്നെങ്കിൽ ഈ ആലോചന എങ്ങനെ തകർക്കണം, എങ്ങനെ ആയിത്തീരും, എപ്പോൾ തീരും, എപ്പോഴാണ് വീഴുന്നത് എന്നോർത്ത് മാത്രം എൻ്റെ ജീവനെ എടുത്തു കളയുവാൻ നിരൂപിച്ചെന്ന വചനം. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോഴും ദാവീദ് രാജാവ് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവമക്കളെ, ഇത്തരൊരു ഉറപ്പ് ഏതൊരു ദൈവ പൈതലിനും ആവശ്യമാണ്. പൂർവ്വപിതാക്കന്മാരും അപ്പോസ്തലന്മാരും പോയ വഴിയൊക്കെ നമ്മളും പോകേണ്ടി വരും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹം എത്രത്തോളം നമ്മൾ അനുഭവിക്കുന്ന ദൈവമക്കളെ, എത്രത്തോളം നമ്മളൊന്ന് അനുഭവിക്കുന്നേ, എത്രത്തോളം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നന്ദി പറഞ്ഞു തീർക്കാൻ നമ്മുടെ ആയുസ് പോരാ, അല്ലേ? അത്രത്തോളം ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നടത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഒന്ന് പറഞ്ഞാൽ തീരില്ല ദൈവമക്കളെ. അത്രമാത്രം ഒത്തിരി സങ്കടത്തിലും വേദനയിലും ഒക്കെ ആയിരുന്നു ഇവിടെ നമ്മൾ വചനം കേൾപ്പിക്കുന്നത്. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഇത് ആവർത്തിച്ച് ദൈവമക്കളെ, ഈ ഒറ്റ കാര്യം കർത്താവിൻ്റെ സന്നിധിയിലിരുന്നുകൊണ്ട് വിശ്വസിച്ച് പറഞ്ഞാൽ മതി. എന്താ കാര്യം? എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. ഇത്രയേറെ പ്രശ്നങ്ങളുടെ നടുവിലും നിന്നിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. പലരും നിന്ദിച്ചത് ഇട്ടിട്ട് പോകും, അല്ലേ? പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വിശ്വാസം ചോർന്നു പോകും. പ്രശ്നങ്ങളുടെ നടുവിൽ ചിലപ്പോൾ വചനം മറന്നു പോകും, ആരാധന വിട്ടുപോകും. എന്തിനധികം ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് തന്നെ വിട്ടോടിപ്പോന്നിട്ടുണ്ടാവും. എന്നാലും കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ, നമ്മൾ എവിടോട്ടൊക്കെ പോയാലും, നമ്മൾ എവിടം വരെ പോകാനാണ് കർത്താവിനെ വിട്ടിട്ട്? തപ്പി തേടി വരുന്ന ദൈവം നമ്മുടെ കൂടെയാണ്. ഇതും മടക്കി വരുത്തുന്നൊരനുഭവമാണ് ഈ ശുശ്രൂഷയും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, കർത്താവേ, എന്തിനാകും എനിക്കിതുപോലുള്ള ദുഃഖം തന്നെ, എന്തിനാ ഈ വേദന തന്നത്? ഇതൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോയില്ലേ? ഇന്ന് ദൈവത്തോടെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഞാനും അറിയാതെ പറഞ്ഞൊരു കാലം കൃപ ലഭിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്നു. ഞാനും വിചാരിച്ചിട്ടുണ്ട്, കരയാൻ വേണ്ടി മാത്രം ഒരു ജന്മം ഉണ്ടായതാണോ? അറിയായ്മയുടെ കാലങ്ങളിൽ പറഞ്ഞു പോയതാ. അതിനെ പശ്ചാത്തപിച്ച് ഓർത്തുകൊണ്ട് ഞാനും ഒരു പാട്ടെഴുതിയിരുന്നു, കരയാൻ ഒരു ജന്മം എന്തിനു തന്നു എന്ന് പറഞ്ഞുകൊണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഒന്നും മനസ്സിലാക്കാൻ, എത്ര ദുഃഖത്തിലിരിക്കുന്നവരും മല പോലുള്ള എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും സഹായിക്കാൻ ആരുമില്ലാതെ എല്ലാവരും നമ്മൾ ആശ്രയിച്ചവരൊക്കെ കൈവിട്ടു പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ കൈവിടാത്തൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ വചനഭാഗത്തിലേക്ക് മനസ്സുയർത്തി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, തിരുവചനത്തിലൂടെ കർത്താവേ ആത്മാവിനെ ബലപ്പെടുത്തുന്ന മനോഹരമായ ദൂത് തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും വേദനകളും ഒക്കെ പേറിക്കൊണ്ട് കർത്താവേ, മനസ്സുകൊണ്ട് ദൈവത്തെ പഴിച്ചവരും ദുഷിച്ചവരും ഉണ്ട് കർത്താവേ. ഇന്ന് ദൈവസന്നിധി വിട്ടകന്ന് നിൽക്കുന്ന മക്കളുണ്ട് കർത്താവേ. പ്രശ്നങ്ങൾ ഒരുപാട് കടന്നു വന്നപ്പോൾ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതും ഞാൻ ഇത്രയും നാൾ ആരാധിച്ചതും ഈ ദൈവം എന്നെ കൈവിട്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് കർത്താവെ, മനസ്സ് ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് വിട്ടകന്ന് മാറി മനസ്സുകൊണ്ട് മാറി നിൽക്കുന്ന മക്കളെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വീണ്ടെടുക്കാൻ എൻ്റെ കർത്താവെ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ വേറൊരു നാമവുമില്ല. ആമേ സ്തോത്രം. എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ രക്ഷകൻ, എൻ്റെ സർവശക്തനായ ദൈവം എന്നെ വീണ്ടെടുക്കുന്നു. എത്ര വലിയ പ്രശ്നത്തിൻ്റെ നടുവിലും ആരൊക്കെ കൈവിട്ടാലും ആശ്രയം വയ്ക്കുവാൻ ഇനി ഒരിടമില്ലാതെ, ആശ്വസിപ്പിക്കാൻ ആരെ നോക്കിയിട്ട് കാണാതിരിക്കെ എൻ്റെ കർത്താവെ, ഇന്ന് ഈ ശുശ്രൂഷയിലിരിക്കുന്ന മക്കൾ
വിശ്വാസത്തോടെ ഭയഭക്തിയോട് കൂടി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നു എന്ന് നിൻ്റെ മക്കൾക്ക് സാക്ഷ്യം പറയുവാൻ നന്മയ്ക്കായി ഒരടയാളം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. ഇറുക്കത്തിൻ്റെ സങ്കടങ്ങളുടെയൊക്കെ നടുവിൽ അറിയാതെ പറഞ്ഞു പോയി കർത്താവേ, കരയാൻ ഒരു ജന്മമായിരുന്നു എന്ന്. അറിയായ്മയുടെ കാലങ്ങളിൽ പറഞ്ഞു പോയ ആ വാക്കുകളെയെല്ലാം കർത്താവ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല മക്കളോടും ദൈവം കരുണ തോന്നണമേ. കാൽവരിയിലെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച മക്കൾ, എൻ്റെ കർത്താവെ, വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിക്കേണ്ടതിനും സഭകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനും കർത്താവ് എല്ലാവരെയും സഹായിക്കുന്ന യേശുനാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ സ്തോത്രം.